ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയു മുടിയുടെ സാമ്പിളൊക്കെ ആയിട്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ചെല്ലുക കേട്ടോ. എന്നിട്ട് പറയാം, എടി ഇതിനകത്ത് 3 മുടിയുടെ സാമ്പിളുണ്ട്. ഒന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ എൻ്റേതും. ഇതൊന്ന് നീ ടെസ്റ്റ് ചെയ്തിട്ട് പറയണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഫ്രണ്ട് ചോദിക്കും, അതെന്താ നിനക്കിപ്പോൾ നിൻ്റെ അച്ഛനെ അമ്മയെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സരയു പെട്ടെന്ന് ഞെട്ടുവാണ്. എന്നിട്ട് പറയാം, എൻ്റെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. ഞാൻ നിന്നോടായതുകൊണ്ട് സത്യം പറയാം, എൻ്റെ എന്ന് പറഞ്ഞ് തരാൻ അവൾ പറഞ്ഞത്, പക്ഷേ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അവൾ ഓർഫണേജിലാണ്. ഇപ്പോൾ പേരൻസ് ആരാന്നൊക്കെ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാവോ എന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫ്രണ്ട് പറയാണ്, എനിക്ക് നോക്കുന്നേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ കൊച്ച് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുമോ ഈ റിസൾട്ടും പൊക്കി പിടിച്ച്, അതൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളാവും എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സരി പറയും, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അങ്ങനെയൊന്നും പോകുന്ന കൊച്ചല്ല. പിന്നെ നീ എന്നോടാകുമ്പം എനിക്ക് ധൈര്യമായിട്ട് സഹായം ചോദിക്കാമല്ലോ. അവൾ എന്നോട് വന്ന് സഹായം ചോദിച്ചു, എൻ്റെ അതേ മനസ്സുള്ള കൊച്ചാ, എനിക്ക് അവൾ ഭയങ്കര ഇഷ്ടമാണ്, നീ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും സരിയുവിൻ്റെ ഫ്രണ്ട് പറയാം, അതൊന്നും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിന്നോട് പറയാമെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ അവരവിടുന്ന് പിരിയുവാണ്. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ രാവിലെ ഓടാൻ വേണ്ടി കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് താഴോട്ട് വരുവാണ്. അപ്പോഴേക്കും കാർത്തികയോട് മുത്തശ്ശി പറയാം, ഈയിടെയായിട്ട് അവൻ ഇച്ചിരി സ്വപ്നം കാണൽ കൂടുന്നുണ്ട് മോളെ എന്നൊക്കെ പ്രകാശനെ നിർത്തി കളിയാക്കും കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശൻ പറയാം, അമ്മ എന്തോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇവിടെ ആർക്കും അറിയാത്ത പോലെ മോനും ഒക്കെ എല്ലാം അറിയാടാ. നീ മോളുടെ അമ്മേനെ സ്വപ്നം കണ്ട് നടക്കുവാന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ലാത്ത അല്ലേ മോളേന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും കാർത്തികൻ പറയാം, അത് ശരിയാ, അച്ഛൻ എന്ത് സ്വപ്നമാണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഭാനുമതി അമ്മ പറയാം, മോളുടെ അമ്മയുടെ ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ രൂപം മനസ്സിൽ കൊണ്ടുവച്ചിരുന്ന കാണുന്നത്, ആ ഫോട്ടോ ഒന്ന് കാണിക്കും മോളെ എന്ന് പറയും കേട്ടോ. അപ്പം പ്രകാശൻ പറയുന്നുണ്ട്, അത് വേണ്ട, മോള് പറഞ്ഞ പോലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ എനിക്ക് കണ്ടാൽ മതി ലക്ഷ്മിനെ, എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഭാനുമതി അമ്മ പറയാം, പഴയ ലക്ഷ്മിയെ എനിക്ക് ഓർമ്മ വരുന്ന പേര് കേൾക്കുമ്പോൾ അവളെ ഒന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു, അവളുടെ മോഹശായൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പറയാം, എന്നാലും അവൾക്ക് വല്ലോ 1-2 കോടി കൊടുത്താൽ പോരായിരുന്നോ, 5 കോടി എന്നിങ്ങനെ പറയുമോ. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അച്ഛന് വേണ്ടി ഇപ്പോൾ അവർ 10 കോടി ചോദിച്ചാലും കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛനെ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അതേ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും എൻ്റെ ലക്ഷ്മി മോളെ നീ ബുദ്ധിമുട്ടിച്ചേക്കരുത്, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുകയാണ്. പ്രകാശൻ പറയാം, ഞാനങ്ങനെ ചെയ്യുമോ, എനിക്കൊരു 10 വർഷത്തെ ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ മനസ്സെന്താണെന്ന് എൻ്റെ ലക്ഷ്മീനെ കാണിക്കും എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കാർത്തികയെ നിന്ന് മനസ്സിൽ പുച്ഛിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, വിക്രം രാവിലെ ഓടാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശനോട് പറയുകയാണ്, എടാ നീ ഒന്ന് സൂക്ഷിച്ചേക്കണം അവനെ, ഇനി അവൻ്റെ പുറകെ ഏതെങ്കിലും ആരോലും ഓടി വരുമോ, നേരത്തെ കിട്ടിയ പോലത്തെ അബദ്ധമൊന്നും അവനിനി പറ്റാൻ പാടില്ല എന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന കാർത്തികൻ പറയുന്നുണ്ട്, അത് ശരിയാച്ചാ, നല്ലൊരു പെങ്കൊച്ചിനെ കൊണ്ട് തന്നെ വേണം ഇനി അവനെ കെട്ടിക്കാൻ. അപ്പോഴത്തേക്കും പ്രകാശനും പറയാം, അത് ശരിയാ, നല്ലൊരു പെങ്കൊച്ചിനെ തന്നെ കണ്ടുപിടിക്കണം. അത് കഴിയുമ്പോഴേക്കും പ്രകാശം പയ്യെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഭാനുമതി അമ്മ ചോദിക്കുക, എടാ നീ ഇവിടെ വന്നിട്ടല്ലേ കാപ്പി കുടിക്കുള്ളൂ പ്രകാശ. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, അമ്മയുടെ ഇത്രയും കൈപ്പുണ്യമുള്ള കൈ കൊണ്ടുണ്ടാക്കുന്ന കാപ്പി എന്നേലും പ്രകാശം കുടിക്കാതെ ഇരുന്നിട്ടുണ്ടോ, ഇവിടെ വന്നിട്ട് തന്നെ കുടിക്കുള്ളൂ, പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വല്ല ചിലവ് ട്രീറ്റോ വല്ലതും തന്നാൽ അപ്പം ചിലപ്പോൾ കുടിച്ചെങ്കിലേ ഉള്ളൂ, ആ ബാലെണ്ണം വരുന്നുണ്ട് കൂടെ, പുള്ളി എങ്ങാനും നിർബന്ധിച്ചാൽ ഇച്ചിരി വൈകുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രകാശനങ്ങ് ഇറങ്ങും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അച്ഛൻ ഇവിടെ വന്ന് തന്നെ കാപ്പി കുടിച്ചാൽ മതി എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഭാനുമതി അമ്മ കാർത്തികയോട് ചോദിക്കുക, മോള് വാ, മോൾക്ക് എന്നാ വേണ്ടേ, പുട്ടും കടലയും വേണോ അതോ അപ്പവും മുട്ടക്കറിയും വേണോ എന്ന് ചോദിക്കുകയാണ്. കാർത്തിക പറയുന്നുണ്ട്, എന്തേലും മുത്തശ്ശേരി ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറയുക, തളെ എന്തേലും എടുത്ത് വെക്ക് എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ ഇങ്ങനെ ചിന്തിക്കുക, ഇതെന്തായാലും ലക്ഷ്മീനെ പോയി കാണും, ആരും ഇല്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സമയം ഇപ്പം മാത്രമേ കിട്ടുള്ളൂ, ഇപ്പോൾ ആണെങ്കിൽ മോളും വീട്ടിലുണ്ട്, എന്തായാലും പോയി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം, അതുമാത്രമല്ല അവളെ കാണാതെ എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പ്രകാശൻ നേരെ ലക്ഷ്മിയുടെ വീട്ടിൽ ചെല്ലും കേട്ടോ. അതിലൊക്കെ കൊട്ടിയിട്ട് തിരിഞ്ഞ് നിന്ന് സർപ്രൈസ് ആയിട്ട് പറയാം, മോളുവിന് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, താൻ ആരോടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പെട്ടെന്ന് തിരിയുമ്പോഴും ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചേക്കുമ്പോൾ ചോദിക്കുക, ആരാ എന്നിങ്ങനെ ചോദിക്കുക. പ്രകാശം പറയാം, എന്താ മോളും ഇങ്ങനെ, കണ്ണാടി വെച്ചിട്ടാണോ, ഇപ്പം മാറ്റാം എന്ന് പറയും കേട്ടോ. കണ്ണാടി ഊരി കഴിയുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് തന്നെ നിൽക്കുവാണ്. പ്രകാശം പറയുകയാണ്, മോളുവിന് എന്നെ മനസ്സിലായില്ലേ, നമ്മുടെ കല്യാണം ഉറപ്പിച്ചതല്ലായിരുന്നോ, ഞാൻ മോളുവിൻ്റെ കഴുത്തിൽ അന്ന് താലി കെട്ടിയിരുന്നെങ്കിൽ ആ പൂതന വന്നൊന്ന് കല്യാണം മുടക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാനിവിടെ മോളുവിൻ്റെ കൂടെ കഴിയേണ്ടതല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേട്ട് ലക്ഷ്മി ചോദിക്കുക, തൻ്റെ തലയ്ക്കെന്ന് പ്രാന്താണോ എന്നീ പറയുന്നതെന്ന് ചോദിക്കുവാണ്.
അപ്പോൾ പ്രകാശൻ പറയാം, മോള് വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്, എനിക്ക് അസുഖമുള്ള കാര്യം മോൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രഷർ കൂടും എന്ന് പറയും കേട്ടോ. മതി തമാശ കളിച്ചത് എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയാം, തന്നോട് തമാശയാണോ ഞാൻ പറഞ്ഞത്, തനിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കും കേട്ടോ. ഇത് കാണുമ്പോഴേക്കും പ്രകാശം പേടിച്ചിട്ട് ചോദിക്കുവാണ്, ഇതെന്താ മോളെ പോലീസിനെയൊക്കെ വിളിച്ചോ, ഇതെന്തിനാ പോലീസിനെ വിളിച്ചത്, തമാശയല്ലായിരുന്നോ ഇത്രയും നേരം, ഇതെന്നെ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുവാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും പോലീസുകാരൻ നേരെ കയറി അകത്തോട്ട് വരുവാണ്. എന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുവാണ്, ഇതാരാ? അപ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ലക്ഷ്മി പറയുവാണ്, ദേ ഇയാൾ എന്നെ കെട്ടണമെന്ന് പറഞ്ഞു വന്നോ, ഇയാൾ ഞാനും തമ്മിലുള്ള കെട്ടുറപ്പിച്ച് വെച്ചേക്കുമായിരുന്നെന്നോ എന്തൊക്കെയോ പറയുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പ്രകാശനെ പോലീസുകാരൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, സാറേ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ച് വെച്ചിരുന്ന പെങ്കൊച്ചാ, കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടതായിരുന്നു കല്യാണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പോലീസുകാരൻ പ്രകാശനോട് ചോദിക്കുക, ഇതാരാന്ന് തനിക്കറിയാവോടോ, ഇതെൻ്റെ ഭാര്യ ലക്ഷ്മി എന്ന് പറയുവാണ്. അപ്പോഴേക്കും പ്രകാശന് അടി കിട്ടിയതുപോലെ ആവുകയാണ്. പ്രകാശൻ പറയുന്നത്, സാറിൻ്റെ ഭാര്യയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് പോലീസുകാരൻ കോൺസ്റ്റബിൾസിനോട് പറയുകയാണ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റ് എന്ന് പറഞ്ഞ് പ്രകാശൻ അവർ വന്ന് പിടിച്ച് വലിച്ച് കയറ്റുക കേട്ടോ. പ്രകാശനാണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവർ ഐഡിയും കൊണ്ട് വണ്ടിയിലോട്ട് കയറുവാണ്. അത് കഴിയുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പോലീസുകാരൻ കൊണ്ട് ജയിലിലിട്ട് പ്രകാശന് തലങ്ങനും വിലങ്ങനും അടിക്കുവാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, സാറേ സാറിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ ഭാര്യയാണെന്ന് ഓർത്തേ എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക, നിൻ്റെ ഭാര്യയാണെന്ന് നീ ഓർത്തോ, എന്നാൽ നിനക്ക് എൻ്റെ ഭാര്യനെ പോലും അറിയത്തില്ലേ എന്ന് ചോദിച്ച് പിന്നെയും കുറേ അടി കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കാർത്തിക ലക്ഷ്മിനെ കാണാൻ വേണ്ടി വരുവാണ്. എന്നിട്ട് പറയുക, സാറ് ഇവിടെ, സാറും കൂടി ഉണ്ടെന്ന് ഓർത്താൽ ഞാൻ പ്ലാനും കൊണ്ട് ഇപ്പം വന്നേ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, ഓ എൻ്റെ പൊന്നും മോളെ ഒന്നും പറയണ്ട, ഇന്ന് രാവിലെ ഇവിടെ ഒരു സംഭവം തന്നെ ഉണ്ടായി, ഒരുത്തവൻ എന്നെ കെട്ടാനാണെന്നും പറഞ്ഞ് ഇവിടെ വന്നു, അവനെ കൊണ്ട് സത്യേട്ടൻ പിടിച്ച് ലോക്കപ്പിലാക്കാൻ വേണ്ടി പോയേക്കുവാണ്, അവൻ്റെ കാറാ പുറത്ത് കിടക്കുന്നത് എന്ന് പറയുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് കാർത്തിക പറയുകയാണ്, പുറത്ത് കിടക്കുന്ന എൻ്റെ കാറാണല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് കാർത്തിക ഡൗട്ട് പോകുന്നു കേട്ടോ, പ്രകാശനായിരിക്കുന്നു. അപ്പോഴേക്കും ചോദിക്കുവാണ്, ഒരു 19 വയസ്സുള്ള ഒരാളാണ് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അതെ മോളുടെ കാർ ഇങ്ങനെ അയാളുടെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക പറയാണ്, ഓ എന്നെ ആൻറ്റീനെയും പലപ്പോഴും ഒരുമിച്ച് കണ്ടല്ലോ, ഞാൻ എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ആൻറ്റിയോട് പറഞ്ഞതല്ലേ, എന്നെ ഓടെ കൊണ്ട് കളഞ്ഞ അച്ഛൻ്റെ എതിരെ ഇപ്പം ഞങ്ങൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയാളാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു, പ്രകാശനായിരിക്കും, എൻ്റെ അമ്മയാണ് ആൻറ്റീന്ന് ഓർത്തായിരിക്കും പുറകെ വന്നത്, നമ്മൾ പുറത്ത് വെച്ച് എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും ഒരുമിച്ച് കുറേ തവണ, എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണല്ലോ, അതായിരിക്കും പറ്റിപ്പോയതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ലക്ഷ്മിക്ക് ചിരി വരുവാണ്. ലക്ഷ്മി പറയുകയാണ്, മോളുടെ കഥയൊക്കെ എനിക്കറിയാം, മോളുടെ അമ്മേനെ എനിക്ക് പണ്ടോട്ടേ അറിയാവുന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ സത്യേട്ടനോട് ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടിയും കൂടെ കൂടുതൽ കൊടുക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ കാർത്തിക പറയാം, 2 കൂടെ കൂടുതൽ കൊടുത്തോളാം പറ, അങ്ങനെ നല്ല 5-6 ഇടി കിട്ടിയിട്ട് പയ്യെ ഞാനങ്ങ് ചെല്ലുന്നുള്ളൂ പുറത്തിറക്കാമെന്ന് പറയുവാണ്. ആ സമയത്ത് കാർത്തിയോട് പറയുവാണ് കേട്ടോ ലക്ഷ്മി, അതെന്തിനാ, അയാൾ കുറച്ച് കാലം ജയിലിൽ കിടക്കട്ടെ, ജയിലിലോട്ട് ഇടാൻ പറയാം എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, പുറത്ത് കിടന്ന് അയാൾ അനുഭവിക്കണം, അതിനുള്ള പണി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് മിസ്സാക്കല്ലേ ആൻറ്റി, ഇപ്പോൾ തൽക്കാലം 2 കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇടാൻ അങ്കിളിനോട് പറയാമെന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രകാശനെയാണ്, അടി എല്ലാം കൊണ്ട് ഇങ്ങനെ തളർന്ന് വിഷമിച്ചിരിക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്